അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നോക്കാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷ 2025-26 അധ്യയന വർഷത്തെ പരീക്ഷ ഒക്ടോബർ 27 മുതൽ നവംബർ വരെയാണ് നടക്കുന്നത്. അപ്പോൾ അതിലെ 7-ലെ ഓരോ വിഷയത്തിൽ നിന്നും എത്ര പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക എന്നതിൻ്റെ ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 28-ാം തീയതിയാണ് പരീക്ഷ തുടങ്ങുന്നത്, ചൊവ്വാഴ്ച. സംഭവം 27-ാം തീയതി തുടങ്ങും. പക്ഷേ അന്ന് 3-ലെയും 4-ലെയും വിദ്യാർത്ഥികൾക്ക് എന്തുണ്ടാകും? പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അന്ന് ബാക്കിയുള്ള ക്ലാസ്സിലൊന്നും എന്തുണ്ടാവില്ല, പരീക്ഷ ഉണ്ടാവില്ല. പിന്നെ 28 ചൊവ്വ ലിസാനാണ് വിഷയം. ലിസാനിൽ നിന്ന് 8 പാഠങ്ങൾ പരീക്ഷയ്ക്ക് വരും. അപ്പോൾ 8 പാഠങ്ങളിൽ നിന്നുള്ള വിഷയങ്ങൾ മനസ്സിലാക്കി അതിനുള്ള മോഡൽ പേപ്പറുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മോഡൽ പേപ്പർ. അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മദ്രസ ഗൈഡ് എന്ന് ടൈപ്പ് ചെയ്യുക ഗൂഗിളിൽ. അതിനുശേഷം പച്ച ഐക്കണിൽ നമ്മുടെ വെബ്സൈറ്റ് കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ കാണാൻ കഴിയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാഠം, അർത്ഥം, പൊതുപരീക്ഷകളെ ചോദ്യപേപ്പറുകൾ ലഭിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി 29-ാം തീയതി ബുധനാഴ്ചയാണ്. വിഷയം ഫിഖഹാണ്. 11 പാഠങ്ങളാണ് ഫിഖഹിൽ നിന്ന് വരിക. ഫിഖ് കുഴപ്പമില്ല, എന്നാൽ കുറച്ച് ടൈറ്റുമാണ് എന്ന രീതിയിലാണ്. പക്ഷേ ലാസ്റ്റൊക്കെ എത്തുമ്പോൾ അത്യാവശ്യം ചെറുതായിട്ട് ടൈറ്റായിട്ട് തോന്നും. പിന്നെ അപ്പോൾ 11 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം. പിന്നെ 2-ാം തീയതി വരുന്നത് ഞായറാഴ്ചയാണ് നമ്മുടെ ഖുർആൻ ഹിഫ്ള് പരീക്ഷ. രണ്ടും കൂടെ അന്നാണ്. സൂറത്തുൽ ബഖറ മുതൽ ജുസ് 10 ഉൾപ്പെടെ 10ാമത്തെ ജുസ് വരെ എന്തുണ്ടാവും, 10 ജുസ് ഉൾപ്പെടെയാണ് കേട്ടോ. 10 ജുസ് എന്താണ്ടാവും പരീക്ഷയ്ക്ക്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടുന്നെങ്കിലൊക്കെ ഒരു ഭാഗത്ത് നിന്ന് ഓദിക്കും. ആ കാര്യം ശ്രദ്ധിക്കാം. പിന്നെ ഹിഫ്ള് സൂറത്തുൽ വാഖിഅ 64 ആയത്താണ്. സൂറത്തുൽ വാഖിഅ 64 ആയത്തിൽ നിന്ന് എവിടുന്ന് വേണമെങ്കിലും ഓദിക്കട്ടോ. അപ്പോൾ ആ കാര്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഖുർആൻ ഹിഫ്ളിന് ശേഷം നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒന്നുണ്ട്, ദിക്റും അതുപോലെ ദുആ. അപ്പോൾ ഏതൊക്കെ ദിക്റുകളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഏതൊക്കെ ദുആകളാണെന്നുള്ളത് നമ്മൾ ഇതിന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ. അത് നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ എന്ത് ചെയ്യുക, നേരെ നമ്മുടെ പ്ലേലിസ്റ്റ് പോവുക. ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയാൽ അവിടെ അർദ്ധവാർഷിക പരീക്ഷ എന്ന് എഴുതിയിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നമ്മുടെ ദിക്റുകളും ദുആകളൊക്കെ പറയുന്നൊരു വീഡിയോ ഉണ്ട് അവിടെ. അത് നേരെ പോയി കണ്ടാൽ മതി. ഏകദേശം ഏതൊക്കെ ദിക്റുകളും ദുആകളും വരുമെന്ന് മനസ്സിലാവും. അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമുള്ളത് നോക്കാം. 3-ാം തീയതി തിങ്കളാഴ്ചയാണ്. അന്നത്തെ വിഷയം താരീഖാണ്. 15 പാഠങ്ങൾ താരീഖിന് വരും. താരീഖാണ് കുറച്ചും കൂടെ ടൈറ്റുള്ളൊരു വിഷയം എന്ന് പറയാൻ പറ്റുന്നത്. താരീഖ് കുറച്ച് തീയതികളും മഹാന്മാരുടെ പേരും അവർ ജനിച്ച സ്ഥലവും ജനനവും വഫാത്തും ഒക്കെ പാടെ കുറേ പറയുന്നുണ്ട്. അതുപോലെ കുറേ പഴയകാല മഖ്ദൂമാരും അവരുടെ കാലവർഷവും ഓരോ കാലഘട്ടങ്ങളും ഇങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചെടുക്കുമ്പോഴത്തേന് ചിലപ്പോൾ നമ്മൾ എല്ലാം കൂടെ ഓർമ്മ കിട്ടൂല. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ഇനി 4-ാം തീയതി ചൊവ്വാഴ്ച ദുറൂസുൽ ഇഹ്സാനാണ് വിഷയം. 9 പാഠങ്ങൾ ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് വരും. വല്ലാതൊരു ടൈറ്റില്ലാത്തൊരു വിഷയം തന്നെയാണ് ദുറൂസുൽ ഇഹ്സാൻ. പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും. എന്നാൽ കാര്യമായിട്ട് ടഫൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് 9 പാഠങ്ങൾ വരും. ഇനിയിപ്പോൾ ഓരോ വിഷയത്തിൻ്റെയും ചാപ്റ്റർ ബേസ് നമ്മൾ നീന്തുന്നുണ്ട്, ക്വിസ് ചെയ്യുന്നുണ്ട് ഓരോ വിഷയത്തിൽ നിന്നും. അത് ലഭിക്കാനും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മദ്രസ ഗൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ നേരെ മുകളിൽ ക്വിസ് ബുർഹാൻ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ 7ാം ക്ലാസ്സിൻ്റെ ഓരോ സബ്ജക്റ്റിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത ക്വിസുകളുണ്ട്. അത് ലഭിക്കാൻ ഒന്നുകിൽ ഞാൻ താഴെ എന്ത് ചെയ്യുക, പിൻ ചെയ്ത് വെക്കുക അതിൻ്റെ ലിങ്ക്. അതിൽ നിങ്ങൾക്ക് പോയിട്ട് തിരഞ്ഞെടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.